നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലായിടത്തും എത്തിക്കാം. ഞങ്ങൾ വളരെ അത്യാവശ്യമാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ജനുവരി 6-ാം തീയതി ഞങ്ങൾ 1-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം 1-ാം തീയതി വേണ്ടാന്ന് വെച്ചിട്ട് 6-ാം തീയതിക്ക് ഞങ്ങൾ സമരപരിപാടികൾ വെച്ചിരിക്കുന്നത്. 6-ാം തീയതി ജലഭവനിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ കൊണ്ടൊരു മാർച്ചാണ് ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സംഘടനകളും ചേർന്നുള്ള സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാം. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നല്ല പങ്കും കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നടത്തുന്നതാണ്. ഉദാഹരണത്തിന് ജലജീവൻ പദ്ധതി 44,500 കോടിയുടെ പദ്ധതിയാണെങ്കിൽ അതിന്റെ നേർപകുതി സംസ്ഥാന സർക്കാർ സംഭാവന ചെയ്യണം. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഈ സാഹചര്യത്തില് സംസ്ഥാനത്തിന്റെ മാച്ചിങ് ഷെയർ കൊടുക്കാൻ വേണ്ടി, അതായത് ജലജീവൻ പദ്ധതിക്കാണെങ്കിൽ 23,250 കോടി രൂപ സംസ്ഥാനം ഉണ്ടാക്കണം. ആ പണം സർക്കാരിന് സമാഹരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്കണം. വായ്പ എടുക്കാൻ അനുവദിക്കണം. മറ്റ് പരിമിതികൾ, മറ്റ് ഉപാധികൾ മാറ്റിവെച്ച് വായ്പ എടുക്കാനെങ്കിലും അനുവദിക്കുന്നില്ലെങ്കിൽ ആ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെടും. ഇപ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ജലജീവനിലെ 44,500 കോടിയുടെ പദ്ധതിയാണെങ്കിൽ പോലും ഇതുവരെ ഒരു 20,000 കോടി രൂപയുടെ പണികളാണ് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10,000 കോടി രൂപ മാത്രമേ സംസ്ഥാനവും കേന്ദ്രവും കൂടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ സംസ്ഥാനം കൊടുക്കേണ്ട 22,500 കോടി വെറും 5,000 കോടിയാണ് സംസ്ഥാനത്ത് ഇതുവരെ റേസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 17,500 കോടി രൂപ, 17,250 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. അത് ഇന്നത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. വായ്പ എടുക്കാതെ മറ്റു മാർഗങ്ങളില്ല. പക്ഷെ വായ്പ എടുക്കാൻ സംസ്ഥാനം കേന്ദ്രം അനുവദിക്കില്ല. അതുപോലെ തന്നെ ഈ വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്നാൽ പിന്നെ കേന്ദ്രം കൊടുക്കണ്ടേ, അത് കൊടുക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ പദ്ധതി ഏതാണ്ട് മുടങ്ങി അത് ഈ 4/1 അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ്. പാതി വഴി ഇപ്പോഴും അല്ല, 4/1 അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ്. പദ്ധതി നടത്തിയപ്പോൾ ഇന്ത്യയിൽ 31-ാം സ്ഥാനത്താണ് കേരളം. അപ്പൊ അത്തരം ഒരു ഗതികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരു വിട്ടുപിടിച്ച മനോഭാവത്തിൽ കൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലെ ഞങ്ങളുടെ ആളുകളാണ്, കരാറുകാരാണ് ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത്. കാരണം എല്ലാവരും ചൊക്കം പണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഈ പണികൾക്ക് വേണ്ടി എല്ലാവരും ടെൻഡർ എടുക്കുകയും വർക്ക് എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ തന്നെ 4,000 കോടി രൂപ കുടിശ്ശികയായി. അപ്പൊ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പല വർക്കുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കരാറുകാർ ഇവിടെ വന്നിരുന്നു. അപ്പൊ അവരും പ്രതിസന്ധിയിലാണ്. അവരെല്ലാം വർക്കുകൾ ഇട്ടിട്ട് പോകാനുള്ള ഒരു നീക്കത്തിലാണ്. അപ്പൊ ഇതിൽ ഈ പദ്ധതിയെ മാത്രമല്ല, നമ്മുടെ നബാർഡ് പദ്ധതി, നബാർഡ് വളരെ ഓമനപ്പേരുള്ള പദ്ധതിയാണ്. അവിടെയും സംസ്ഥാന സർക്കാരിന്റെ ഒരു വീതം വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന, അതും കേന്ദ്ര പദ്ധതിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ അവിടെയും സംസ്ഥാന സർക്കാർ പണം കൊടുക്കണം. കോർപ്പറേഷനു വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതി, കേരളത്തിലുള്ള ഏത് പദ്ധതി എടുത്താലും അവിടെയെല്ലാം സംസ്ഥാനത്തിന് ഒരു വിഹിതം അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിന് ശേഷി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ മുഖ്യമന്ത്രി പോലും ധനമന്ത്രി പോലും പറയില്ല ഇതിനൊക്കെയുള്ള ശേഷിയുണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും ഞങ്ങൾ നടക്കുന്നില്ല. പക്ഷേ ഈ പദ്ധതി മുടങ്ങാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. കാര്യം കേന്ദ്ര പദ്ധതിയാണ്. ആ സംസ്ഥാന വിഹിതം സംസ്ഥാനത്തിന് ഇല്ലെങ്കിൽ അത് വായ്പ എടുത്തെങ്കിലും ഇവിടെ മുടക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. പിന്നെ ഈ വായ്പാ പദ്ധതി എന്ന് പറയുന്നത് പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ അത് വാസ്തവത്തിൽ ബാധ്യതയല്ല, അതൊരു അസറ്റാണ്. കേരളത്തിലെ പാലങ്ങളും റോഡുകളും എല്ലാം നമ്മുടെ അസറ്റാണ്. ആ അസറ്റ് ക്രിയേഷന് വേണ്ടി മുടക്കുന്ന പണത്തെ ബാധ്യതയാണ്. അത് കടത്തിന്റെ പൊതുപരിധിയിൽപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന അർത്ഥമില്ല. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ ദൂർത്തടിക്കാനും ഹെലികോപ്റ്റർ വാങ്ങാനും ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ നിയന്ത്രിച്ചോട്ടെ. പക്ഷെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ നിയന്ത്രിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് ഏറ്റെടുത്ത കരാറുകാരെ ബാധിക്കും. ബാങ്കുകളെ ജപ്തി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്ന് അന്വേഷിച്ചാൽ മതി, ഫെഡറൽ ബാങ്കിൽ തന്നെ 1000-ലേറെ കരാറുകാർക്കെതിരെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അവരിൽ വീട്ടിൽ നിന്ന് ഒഴിയാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം 90 ദിവസത്തിൽ കൊണ്ട് ബാങ്ക് ക്ഷമിക്കില്ല. ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് അതിന്റെ പലിശയെങ്കിലും ആ 90 ദിവസത്തിനുള്ളിൽ അടച്ച് ആ ലിമിറ്റ് ക്രോസ് ചെയ്യാതെ ഇത് സൂക്ഷിക്കുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും ബാങ്കുകൾ അക്കൗണ്ട് ആദ്യം ND ആക്കും, പിന്നീട് ക്രമത്തിൽ അത് ജപ്തി ചെയ്യുന്ന സർപ്പാസി നിയമം അനുസരിച്ച് ജപ്തി ചെയ്യുന്ന സാഹചര്യമാണ്. ഇതൊക്കെ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ വിഹിതം, കേന്ദ്ര പദ്ധതികൾ, സംസ്ഥാനത്തിന്റെ പദ്ധതികൾ അവിടെ നടക്കട്ടെ, കേന്ദ്ര പദ്ധതികളിലെ സംസ്ഥാന വിഹിതത്തിന്റെ കാര്യത്തിൽ പിടിവാശി കാണിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത്, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരും പുതിയ പദ്ധതികളുടെ തറക്കല്ലിടിയിലും അതിന്റെ ഉദ്ഘാടനത്തിനുമാണ് വലിയ പ്രസക്തി. പക്ഷേ നിലവിലുള്ള ആസ്തികൾ അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വാട്ടർ അതോറിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ 18 മാസത്തെ കുടിശ്ശികയാണ് മെയിൻ്റനൻസ് കരാറുകാർക്കുള്ളത്. നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ വർക്കിൽ അവിടുത്തെ സ്പോർട്സ് കൗൺസിൽ വിളിച്ച വർക്കുകൾ 2.5 വർഷത്തെ കുടിശ്ശികയാണ്. ഇങ്ങനെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം, നവീകരണ ജോലികളെല്ലാം പണം വളരെ കുടിശ്ശികയാണ്. അതെല്ലാം ചെറിയ കരാറുകാരാണ് ഏറ്റെടുക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ ഗവൺമെന്റ് ആസ്തികൾ, നിലവിലുള്ള ആസ്തികൾ, സ്വന്തം വീടൊന്നും മെയിൻ്റനൻസ് ചെയ്യാതെ പുതിയ അഡീഷണൽ ചാവടി വെക്കുന്ന ശ്രമിക്കുന്നതിൽ ശരിയല്ല എന്ന് പറയുന്ന പോലെ നമ്മളെ ഇപ്പോൾ ഉള്ള അസറ്റുകൾ അത് സംരക്ഷിക്കാനും അത് നവീകരിക്കാനുമുള്ള പദ്ധതികൾക്ക് സർക്കാർ ബഡ്ജറ്റിൽ കൂടുതൽ പണം വകയിരുത്തണം. അതിനുവേണ്ടി കൂടുതൽ ശുഷ്കാന്തി കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, പിന്നെ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരു അത്ഭുതം പോലെയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ചെറിയ വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇത് കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ അത് കുടിശ്ശിയായി കഴിയുമ്പോൾ ആ അടിമുടി കരാറുകാരൻ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് രൊക്കം പണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പൊ ഗവൺമെന്റിന്റെ കഴിവ് നോക്കിയിട്ട് വേണം വർക്ക് വിളിക്കാൻ. ഗവൺമെന്റിൽ പണം ഇല്ലെങ്കിൽ വർക്ക് വിളിക്കരുത്. ഇത് പണമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ, യാതൊരു മുൻ ആലോചന നടത്താതെ വർക്കുകൾ വിളിച്ചു കൂട്ടുക, എന്നിട്ട് ചെയ്യുന്ന കരാറുകാരനെ ശിക്ഷിക്കുക, അവനെ പെടുത്തിക്കളയുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഗവൺമെന്റ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഭരണാനുമതി കൊടുക്കുമ്പോൾ തന്നെ മുഴുവൻ തുകയും വകയിരുത്തിക്കൊണ്ട് വേണം ഇത് ഭരണാനുമതി കൊടുക്കാൻ. അങ്ങനെ അനുവദിക്കുന്ന ഭരണാനുമതി കാലത്ത് അനുവദിക്കുന്ന തുക പിന്നീട് വകമാറ്റാൻ പാടില്ല. ഇത് രണ്ടും ചെയ്യുന്നതുകൊണ്ടാണ് കുടിശ്ശിക വരുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, പാലത്തിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ഈ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാലം പണി പൂർത്തിയാക്കാൻ തടസ്സമില്ലല്ലോ. പക്ഷെ അനുവദിച്ചു എന്ന് പറയുകയും പിന്നീട് സമയമാകുമ്പോൾ ആ പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ട്രഡ്സ് എന്ന് പറയും, ട്രേഡ് റിസീവബിൾസ് ഇലക്ട്രോണിക് ഡിസ്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അത് 2018 നിർമ്മലാ സീതാരാമൻ പാർലമെന്റിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. സർക്കാരുകളുടെ പേയ്മെന്റ് യഥാസമയം കൊടുക്കാൻ പല ബുദ്ധിമുട്ടുകളും വരും. അതുകൊണ്ടൊരു ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം, കരാറുകാരുടെ ബില്ലുകൾ കൊടുക്കാൻ ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം വേണമെന്ന് അവർ പറയുകയുണ്ടായി. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബില്ലുകൾ പാസ്സാക്കുന്ന മുറയ്ക്ക് ബാങ്കുകൾ കരാറുകാർക്ക് പണം കൊടുക്കും. ആ ബാങ്കുകൾക്കുമായിട്ട് പിന്നെ സർക്കാരിന്റെ പണലഭ്യത അനുസരിച്ച് സെറ്റിൽ ചെയ്യുമ്പോൾ പലിശ വീതം ഗവൺമെന്റ് കൊടുക്കുന്നു. കരാറുകാരന് രൊക്കം പണം കിട്ടുകയും ചെയ്യും. പലിശ ഒന്നും ബാധ്യതയൊന്നും വരുന്നില്ല. അതാണ് നല്ലൊരു സ്കീമാണ്. ആ സ്കീം നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ വിവിധ ആവശ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ അവകാശ പത്രിക 6-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം തരാം. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വിശദമായിട്ട് ഈ നിർമ്മാണ മേഖലയിൽ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വസ്തുനിഷ്ഠമായ ഒരു ബോധ്യം എല്ലാ സമൂഹത്തിനുണ്ടാവും. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ 6-ാം തീയതി ഞങ്ങൾ നൽകാം. ഇപ്പൊ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്നത് ഞാനുണ്ട്. കൂടാതെ ഞാൻ വർഗീസ് കണ്ണപ്പള്ളി, ഇത് H ലതാകുമാരി, പുള്ളിക്കാരത്തി അഡ്വക്കേറ്റ് ആണ്, എഞ്ചിനീയറാണ്, ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. പിന്നെ ഷാജി 20 നമ്പർ, പിന്നെ വഹാബ് ഇവിടെ LSCD കോൺട്രാക്ട് അസോസിയേഷന്റെ നേതാവാണ്. അഷ്റഫ് കടവിലാകും, പുള്ളി KGCയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറിയാണ്. അനിൽകുമാർ വിളിച്ചിട്ടുണ്ട്. കുഞ്ഞുമാറ്റി കോട്ടയത്തുള്ളതാണ്, വാട്ടവറത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ബാബു തോമസോട് ജില്ലാ സെക്രട്ടറി. പുതിയ വർക്കുകൾ ജലജീവൻ മിഷനെ ആകപ്പാടെ പെട്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കണം. വർക്കുകൾ ആരും തന്നെ എടുക്കുന്നില്ല, പുതിയ വർക്കുകൾ എടുക്കുന്നില്ല. അത് ഒരു വലിയ അബദ്ധമാണ്. ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 17,250 കോടി രൂപ സംസ്ഥാന സർക്കാർ അതിന്റെ കാലാവധി കഴിഞ്ഞു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പദ്ധതി കാലാവധി കഴിഞ്ഞു. 1 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ
പറയുന്നു കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുന്നു, ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും മുഴുവൻ എത്തിക്കാനുള്ള പദ്ധതിയാണെന്ന് പറയുന്നു. പക്ഷേ പദ്ധതി സംസ്ഥാനം മുടക്കണം. സംസ്ഥാനത്തിന് ശേഷിയില്ല, എന്ത് ചെയ്യും? അതൊരു രാഷ്ട്രീയ വശമാണ്, അല്ലെങ്കിൽ ഞാൻ നടക്കുന്നില്ല. പക്ഷേ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുടക്കണ്ടേ, അത് നടത്തണ്ടേ? അപ്പൊ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഇപ്പം ഒരു 17,250 കോടി രൂപ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് നമുക്കതിന്റെ രീതി അറിയാം. അപ്പൊ ഈ പദ്ധതി മുടങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കരാറുകാരെ അത് മനസ്സിലാക്കിക്കൊണ്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിൻവലിച്ചാൽ ഈ രാമേശ്വരത്തെ കവരം പോലെ, കാരണം വലിയ ടാങ്കുകളും ജലസ്രോതസ്സുകളൊന്നും ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ജലസ്രോതസ്സുകൾ ഇല്ലെങ്കിൽ ഇപ്പൊ ഇട്ട പൈപ്പിൽ കൂടെ വെള്ളം വരും. അത് മുഴുവൻ വെറും ചിന്തയായി. പണ്ട് എം ഡി ഗംഗാധരന്റെ കാലത്ത് പൈപ്പ് ഇട്ടത് പോലുള്ള അവസ്ഥ വരും. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന കാര്യം ചെയ്യണം. ഒന്നുകിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ കാലാവധി 3 വർഷം കൂടെ നീട്ടി കൊടുക്കണം. രണ്ടാമത്, ഈ സംസ്ഥാന വിഹിതം അല്ലെങ്കിൽ മാച്ചിങ് ഷെയർ എന്ന് പറയുന്നത് സമാഹരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അനുവദിക്കണം. അത് വായ്പ എടുക്കാൻ അനുവദിക്കണം. അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ വായ്പ കൊടുക്കണം, ഗ്രാന്റ് കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദി സെൻട്രൽ, അത് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഈ പദ്ധതി മുടങ്ങിപ്പോകും. അതുപോലെയാണ് നബാർഡ്, അതുപോലെയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. പ്രധാനമന്ത്രിയുടെ പേരുള്ള പദ്ധതിയാണ്. അതിനും സംസ്ഥാനത്തിന് കൂടുതൽ വീതം 50% കൂടുതൽ ഇപ്പൊ സംസ്ഥാനം വഹിക്കണം. അങ്ങനെയുള്ള ഒരു പോക്ക് അപകടകരമാണ്. അത് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ മാറ്റം വേണം. അതൊരു വലിയ ലാർജർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു മാത്രമേ. പുതിയ പ്രതിഭാസം എന്ന് പറഞ്ഞാല്, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന നേരത്തെ തുടങ്ങുന്ന കാലത്ത് പിടിച്ചൊന്നുമില്ലായിരുന്നു. അതൊരു 10-17 കൊല്ലമായിരുന്നു പിടിച്ചു വന്നിട്ട്. ആ മാനുവലിലും മരാമത്ത് മാനുവലിലും കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പണം ഉണ്ടായിരിക്കുകയോ ബില്ലുകൾ വരുമ്പോൾ പണം കൊടുക്കാൻ ഉറപ്പുണ്ടതും ഉണ്ടായിരിക്കുകയോ ചെയ്താൽ മാത്രമേ വർക്ക് പിടിക്കാവുള്ളൂ. നമ്മൾ വില പണിയാൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ സോഴ്സ് കാണാതെ നിങ്ങൾ ആരെങ്കിലും അത്ര കിട്ടും. ചെറുകളുടെ വില കൊടുത്തിട്ട് അടിത്തറ കെട്ടിട്ടുള്ള പൈസ മാത്രമേ അടിത്തറ കെട്ടിട്ടുള്ളൂ, താമസിക്കണ്ടേ? അപ്പൊ അതിനൊരു പദ്ധതി തയ്യാറാക്കാം. അത് ഗവൺമെന്റിന്റെ വീക്ക്നെസ് ആണ്. ഭരണാനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്നാണ്. ഏസ് കിട്ടി എന്ന് പറഞ്ഞാൽ പൈസ അനുവദിച്ചെന്നാണ് അർത്ഥം. ആ അനുവദിക്കുന്ന തുക തന്നെ വകമാറ്റിക്കൊണ്ട് ചെലവാക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭാസമായിട്ട് വലിയ പ്രതിഭാസം എന്നല്ല, അതൊരു നശിച്ച പ്രതിഭാസമാണ്. സർക്കാരിന്റെ സാമ്പത്തിക നമ്മൾ കരാറുകാരെ വീണ്ടും പണികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൗതുകരമായ കാര്യം. കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലല്ലേ, തൊഴിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒത്തിരി പ്രശ്നം. ഇന്ത്യൻ സമയത്ത് തരാൻ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ എനിക്കൊരു വർക്കുണ്ടെങ്കിൽ ഞാൻ എന്റെ പണം കൊണ്ടല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാങ്കിൽ നിന്ന് എന്റെ വരെ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് ബാങ്കിൽ ഓടിയിരിക്കുകയാണ്. അപ്പൊ ഒരു പണിയെടുത്തു, എനിക്ക് പൈസ കുടിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വർക്ക് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് ആ ഓടി വർദ്ധിപ്പിക്കാനോ റോൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ പെട്ടുപെട്ട് പോവുകയാണ്. മദ്യാസക്തി പോലെയാണ്. എന്നൊരു തൊഴില് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം. പക്ഷേ ഒരു പണിയെടുക്കുന്നവർക്ക് ഒരു മിഷനറി കാണും, കുറെ തൊഴിലാളികൾ സ്വന്തമായിട്ട് കാണും, അവൻ തന്നെ തൊഴിലാളിയായിരിക്കും. അപ്പൊ അവനെങ്ങനെ ഈ പണി ഇട്ടിട്ട് പോകും? സർക്കാർ കൊടുക്കണ്ടേ? അതായത് പിന്നെ ഈ കരാറിലൊന്നും കുറിച്ച് തരത്തിലൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മള് ആ ഒരു റൊട്ടീൻ വർക്ക് എടുത്ത് പോകും. ഇവിടെ അറിയാമല്ലോ പതിബിൽ എന്നുള്ള കോൺട്രാക്ട്. നമ്മുടെ ഗവൺമെന്റുകൾ പാഠം പഠിക്കുകയാണെങ്കിൽ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പതിബിലിന്റെ കോൺട്രാക്ടാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഏറ്റവും നല്ല അമൗണ്ട് പണം. ഞങ്ങളല്ല, അതായത് ഇവിടെ ചെങ്ങന്നൂർ വരെയുള്ള അമൗണ്ട്, നിങ്ങൾക്കറിയാം എനിക്ക് റോഡിൽ ചെങ്ങന്നൂർ വരെയുള്ള ഭാഗം പണിത് പതിബിലിന്റെ കോൺട്രാക്ടാണ്. DC ബെൽ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തെ റോഡ്, ആ DC ബെൽ എന്നുള്ള കോൺട്രാക്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയില്ലേ നമ്മുടെ സംസ്ഥാനത്തെ? എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നെ അത് പഠിച്ചോ? അവസാനം എന്ത് പറ്റി? അത് ഇന്റർനാഷണൽ കണ്ടീഷൻസ് വെച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ കരാർ തുകയേക്കാൾ കൂടുതൽ തുക ആ കോൺട്രാക്ട് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. 100 കോടി താഴെയായിരുന്നു പദ്ധതി. 125 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു സംസ്ഥാനത്തിന്. എന്നിട്ടും സംസ്ഥാനം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമായിരിക്കും? നമ്മളാരെങ്കിലും വിളിച്ച ആരെങ്കിലും മറക്കെടുക്കുമോ? നമ്മളൊരു ടെൻഡർ വിളിക്കുകയാണ്, എനിക്ക് 5 കോടിയുടെ വിതരണം നടത്തണം, ടെൻഡർ വിളിച്ച ആരെങ്കിലും എടുക്കുമോ? നമുക്ക് വിശ്വാസം വേണ്ടേ? അപ്പൊ ഗവൺമെന്റ് ആണ് കൊടുക്ക വാങ്ങലിൽ മാതൃക കാണിക്കേണ്ടത്, മര്യാദ കാണിക്കേണ്ടത്. ആ സംസ്ഥാന സർക്കാർ ആളുകൾ തെറ്റിദ്ധരിച്ചാൽ സംഭവിക്കും. അതാണ് പ്രശ്നം. സംസ്ഥാന സർക്കാരിന് ഒരു കൾച്ചർ ഉണ്ടാക്കണം. സംസ്ഥാന സർക്കാരാണ് സാമ്പത്തിക കാര്യങ്ങളിലും പൊതുജീവിതത്തിലും ഏറ്റവും കൂടുതൽ മാന്യത കാണിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തന്നെയാണ്. അവര് ചൊക്കം പണം തന്നുകൊണ്ട് ആ വ്യവസ്ഥ വായിക്കുന്നുണ്ടോ? കരാറിലെ വ്യവസ്ഥയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീജൻസി ഫണ്ടിൽ പോലും പണമെടുത്ത് കരാറുകാരുടെ ബില്ല് കൊടുക്കണമെന്നാണ്. കണ്ടീജൻസി ഫണ്ടിൽ അറിയാമല്ലോ,
അത്രയ്ക്ക് പ്രാധാന്യമായി ഗവർണറുടെ ശമ്പളം കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ ഒരു തൊഴിലെന്ന നിലയിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വൈകിട്ട് തൊഴിൽ മുതലാളി കൂലി തരുമോ എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷ കാണും. പക്ഷെ എന്നാലും അത് അതുകൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ വികസനം നടക്കുന്നില്ല. അപ്പൊ അത് ഗവൺമെന്റും പബ്ലിക്കുമാണ് അത് തീരുമാനിക്കുന്നത്. ആ ഉണ്ട്, ഞങ്ങളെ ഒത്തിരി ബാധിക്കുന്നു. അതായത് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ കണക്കെടുത്തിട്ട് ഒരു 40% കരാറുകാരും തൊഴിലിട്ട് പോയി. പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ള നിൽക്കുന്ന അവർക്ക് പോകാൻ ഗത്യന്തരമില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ആള് അഡ്വക്കേറ്റ് ലതാകുമാരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എഞ്ചിനീയറാണ്, പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എഞ്ചിനീയറാണ്, കോൺട്രാക്ട് എ ക്ലാസ് ലൈസൻസ് ഉള്ള കോൺട്രാക്ടാണ്. അവർക്ക് ഇപ്പോഴും പേയ്മെന്റ് കിട്ടാനുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള കേസുണ്ട്. പുള്ളി തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അഡ്വക്കേറ്റ് ആയി. അവർക്ക് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ളതുകൊണ്ടല്ലേ അഡ്വക്കേറ്റ് ആകാൻ പറ്റുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കോൺട്രാക്ടർ നമ്മുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന ടോമി കവലയ്ക്ക് അദ്ദേഹം 14 രാജ്യങ്ങളിലേക്ക് പൊറോട്ട അയച്ചു അയക്കുന്നുണ്ട്. പൊറോട്ട മതിയാക്കി. പക്ഷെ നിവൃത്തിയില്ല. അയക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ അതൊന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തെ മനുഷ്യരല്ലേ കരാറുകാരെന്ന് പറഞ്ഞ സംരംഭകരല്ലേ? ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നില്ലേ? ഒരു 10 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ ഒരു സംരംഭമുണ്ട്. പിന്നെ ഒരാളുകൾ അതായത് ഒരാളുകൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഷെഡ്യൂള് ജനറൽ ഷെഡ്യൂൾ വാങ്ങണം. ഞങ്ങൾക്ക് അത് നല്ല തോന്നുന്നു, അവർക്ക് കൊടുക്കണ്ട. EMD ജനറൽ പങ്കെടുക്കണമെങ്കിൽ ആകെ PSCയുടെ ആകെ എമൗണ്ടിന്റെ കരാത്തുകയുടെ 2% EMD കിട്ടും. അത് കഴിഞ്ഞിട്ട് ആകെ തുകയുടെ 5% നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കിട്ടിയിരിക്കണം. ഈ സെക്യൂരിറ്റി 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കിട്ടത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലം 10 ചെയ്യാൻ 2 കൊല്ലമാണെങ്കിൽ പിന്നെ 5 കൊല്ലം കൂടെ. അപ്പൊ 7 കൊല്ലം കഴിഞ്ഞ് ഈ തുക കിട്ടത്തുള്ളൂ. അറിയാമല്ലോ. പിന്നീട് ഇവർക്ക് ഇതൊന്നും വേണ്ട. ഇവർക്ക് ഞങ്ങൾ 1 കോടി രൂപയുടെ അർത്തെടുക്കുമ്പോൾ അവർക്കതിന് ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ 5% കൂടുതൽ അവർക്ക് കിട്ടും. അപ്പൊ 1,05,00,000 രൂപ അവർക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് എല്ലാ നേട്ടങ്ങളും അവർക്കുണ്ട്. പിന്നെ ജനറൽ പങ്കെടുക്കണ്ട, വർഷം കൊടുത്തേക്ക് വെള്ള ഷീറ്റ് കടലാസ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ കൂടി ചിന്തിക്കുക.